എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫ്. ഞാൻ 3 കാർഡ്സ് വെക്കുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ 3 കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് റീഡിങ് ചേഞ്ച് ചെയ്യാം. എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫ്? എന്താണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരാനിരിക്കുന്നത് എന്ന്, യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫ് ആണ് നമ്മൾ നോക്കുന്നത്. കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫ് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. കാരണം കാർഡ്സിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. റെസനേറ്റ് ആവുന്നില്ല എന്ന് തോന്നിയാൽ വിഷമിക്കേണ്ട കാര്യമില്ല. മോസ്റ്റ്ലി അടുത്ത റീഡിങ് നിങ്ങൾക്കായിരിക്കാം. എല്ലാ റീഡിങ്ങും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്താണോ വരുന്നത് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്താണ് റീഡിംഗ് എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഇൻ യുവർ ലവ് ലൈഫ്? അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അതൊരു തേർഡ് പാർട്ടി കണക്ഷൻ മാതിരിയാണ് കാണുന്നത്. നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി മെല്ലെ വരുന്നുണ്ട് ചില ആൾക്കാർക്ക്. മറ്റു ചിലർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒരു പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടാവാം. ഇങ്ങനെ പ്രേമിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, വേറൊരു വ്യക്തിനെ മതി, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കൊരു ചോയ്സ് കൊടുക്കുകയാണ് അവരുടെ വീട്ടുകാർ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതുപോലെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ബോർഡം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതായത് എല്ലാ ദിവസവും റുട്ടീനായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരായിരിക്കാം, ഒരുമിച്ച് പഠിക്കുന്നവരായിരിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നൈബേഴ്സ് ആയിരിക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണും, മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ, മോസ്റ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നതാണ്. പ്രത്യേകിച്ചൊരു പുതുമ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്. കാരണം ഏതൊരു റിലേഷൻഷിപ്പിനെയും നമ്മൾ പുതുമയോടെ കാത്ത് സൂക്ഷിച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തണം എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. സോൾ മെസ്സേജ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ വ്യക്തിനെ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു കാരണമാവാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് തോന്നുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണെങ്കിൽ ആർക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം സോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പാത്തും അവരുടേതായിട്ടുള്ള ചാലഞ്ചസും എല്ലാം ഉണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നറിഷിങ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ചെടിച്ചട്ടി വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ചെടി നമ്മൾ നനച്ച് നട്ട് വലുതാക്കി കൊണ്ടുവരുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അതുപോലെ
നറിഷ് ചെയ്താൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പടർന്ന് പന്തലിക്കുകയുള്ളൂ. ഒരിക്കലും നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഇടയ്ക്ക് കുറേ കുറ്റപ്പെടുത്തുക, അങ്ങനെ ചെയ്ത ഒരു ചെടിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഒന്നും വളരില്ല. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് വേണം എന്നാണ് സോൾ മെസ്സേജ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കുറേ പേർക്കൊക്കെ കിട്ടിയിരിക്കുന്ന കാർഡ് ഫൗണ്ടേഷൻ കാർഡാണുണ്ടാവും മെസ്സേജിൽ. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ട്. ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. അതായത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. പക്ഷെ ഇതിനിടയിൽ ജഡ്ജ്മെൻറ്റ്, ക്രിറ്റിസിസംസ്, ബോർഡം, കുറേ ഇഷ്യൂസ് വന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു ചെറിയതായിട്ട് ഷേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി രണ്ടുപേരുടെ ഉള്ളിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ട്. പക്ഷേ കുറേ ഇഷ്യൂസ് വന്ന കാരണം അത് മനസ്സിലാവാതെ പോകുന്ന സിറ്റുവേഷനാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് മാറി പോകാനോ അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാർഡ് നോക്കി നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുടെ ജീവിതം ആഗ്രഹമുണ്ട്. പക്ഷേ ചില സ്വഭാവ സവിശേഷതകൾ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടുവോ അതോ കൂടുതൽ പ്രശ്നത്തിലേക്കാണോ പോവുക എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൈ കൂട്ടടിച്ചാലേ ശബ്ദം കേൾക്കൂ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവണം. അതല്ലെങ്കിൽ അത് ചെറുതായിട്ട് പ്രശ്നത്തിലേക്കാണ് പോവുക. ഇപ്പോഴും നിങ്ങളെ വ്യക്തിക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ എപ്പോഴും സ്നേഹമാണ്, നിങ്ങളുടെ ഒപ്പം ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ചെറിയ മാറ്റങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുള്ളൂ. അടുത്ത സെക്കൻഡ് കാർഡ് നമുക്ക് നോക്കാം, എന്താണ് മെസ്സേജ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കാർഡിൽ നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ എനർജിയാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ എന്നൊരു സംശയമുണ്ട്. എന്തോ അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമൊക്കെ ആണെങ്കിലും അവർക്കത് കണ്ടിന്യൂ ചെയ്യണോ, കാരണം അവരുടെ പാർട്ട്ണറുടെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ കാരണം അവർക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വീട്ടിൽ നിന്ന് നല്ല പ്രഷർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം ആ ഒരു വ്യക്തി ശരിയല്ല എന്ന്. അപ്പോൾ അതാണ് അവിടുത്തെ കറൻറ്റ് എനർജി. പോസിറ്റീവാണെന്നും പറയാൻ പറ്റില്ല, നെഗറ്റീവാണെന്നും പറയാൻ പറ്റില്ല, നടുക്കായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സെക്കൻഡ് കാർഡ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അത്ര ഒരു സീരിയസ്നെസ് ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതലായിട്ടും ഒരു എന്താ പറയുക, ഭയങ്കര സീരിയസ് അല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, കല്യാണം കഴിക്കാനോ അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത്ര സീരിയസ് ആയിട്ട് അല്ല ആൾ ആദ്യം മുതലേ കണ്ടിരിക്കുന്നത്. അവർക്ക് ജോലികളിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഫാമിലിയിലെ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പലതും ഒരുമിച്ച് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ റിലേഷൻഷിപ്സിലും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പൊതുവെ നമ്മൾ കാണുന്ന ആൾക്കാരുടെ സ്വഭാവം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്ന ആൾക്കാർ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കും എന്ന് പറയുന്ന മാതിരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും അതേപോലെ തന്നെയായിരിക്കും നമ്മൾ. അപ്പോൾ ഈ നിങ്ങളുടെ വ്യക്തിക്ക് സമയത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളോട് സ്നേഹമൊക്കെയാണ്, പക്ഷേ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സീരിയസ് അല്ല. പക്ഷേ കല്യാണം കഴിക്കാൻ റെഡി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും. കാരണം അവർക്ക് ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് ഫെയിലിയേഴ്സ് ലൈഫിലുണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് വരുന്ന ആളെന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ജോബ്സോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസും ഒക്കെ അത് ടൈം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എന്തെങ്കിലും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ തരാം അല്ലെങ്കിൽ മറ്റന്നാൾ തരാം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങും ആയിരിക്കാം. എല്ലാം നീണ്ടു പോവുക, സമയത്തിനൊരു പങ്ക്ച്വാലിറ്റി ഇല്ല. അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാരണം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ ക്രൈസിൽ കൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാരേജ് ഒരു ആളുടെ കാർഡ്സിൽ ഇല്ല. കല്യാണം കഴിക്കാൻ റെഡിയാണ്, പക്ഷേ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഫെയിലിയേഴ്സൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മാരേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർഡ് അവർ നിങ്ങളോട് ഒരുമിച്ച് ജീവിക്കാൻ റെഡിയാണ്, പക്ഷേ കൺഫ്യൂഷനും ഉണ്ട്. കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർ റെഡിയാണ്, കല്യാണം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ റെഡിയാണ്. പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ല, ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, ഒരു ക്ലാരിറ്റിയും അവരുടെ ലൈഫിലില്ല.
അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ചില ഇഷ്യൂസിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ്. ഒരു പക്ഷേ ജോലിയുള്ളവർക്കാണെങ്കിൽ ജോലി മാറുന്നതിൻ്റെ എന്തെങ്കിലും ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സായിരിക്കാം. അപ്പോൾ നല്ലപോലെ സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും. ഒരു റിലേഷൻഷിപ്പും ഭയങ്കര പ്യുവർ അല്ലെങ്കിൽ ഭയങ്കര ഇന്നസെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകാറില്ല. എസ്പെഷ്യലി അത് ബിഗിനിങ് അല്ലെങ്കിൽ മിഡിലൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും അത് ഒരുപാട് പൊട്ടലും ചീറ്റലും ചെറുതായിട്ട് വഴക്കിടലും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ എത്ര നമ്മൾ സ്ട്രെസ്ഫുള്ളാണോ അത്രയും നമ്മുടെ വഴക്കും പ്രശ്നത്തിലാവും. നമ്മൾ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കില്ല. നമ്മുടെ വർക്ക് ലൈഫിൽ അത്ര സുഖം അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് മുഴുവൻ നമ്മുടെ റിലേഷൻഷിപ്പിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ എത്രമാത്രം മെച്ചുവേർഡാണോ അത്രയും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അത് എപ്പോൾ അടിച്ച് പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കറണ്ട് എനർജി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് എനർജിയാണ്. ദോ മാരേജിനൊക്കെ അവർ റെഡിയാണെന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് അല്ല എനർജി. ഇനി എന്താണ് തേർഡ് മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു പോസിറ്റീവ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടൊരു ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി നിങ്ങൾ ഒരുമിച്ചാവുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തികളുടെ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ജോലി അന്വേഷിച്ച് നിൽക്കണമെങ്കിൽ വേറെ ജോലി കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും റിഫ്ലക്റ്റ് ആവും. ഇനി സപ്പോസ് നിങ്ങളുടെ വ്യക്തിയായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, സംസാരിക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവർ തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. ഞാൻ എൻ്റെ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അത് മുഴുവനും നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ നന്നായിട്ട് മാറി മറിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്താഗ്രഹിച്ചാലും നടക്കുന്ന എല്ലാം ഭയങ്കര ഹൈ ആയിട്ട് അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് കൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് റിലേഷൻഷിപ്പ് ആയാലും എല്ലാ കാര്യത്തിലും അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ആവുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സോൾ മെസ്സേജ്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇനി അഥവാ നിങ്ങളുടെ വ്യക്തി പിണങ്ങിയിരിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തി സംസാരിക്കുന്നില്ല, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതുപോലെ നിങ്ങളുടെ വ്യക്തിയും ഇതേ സെയിം ടൈമിൽ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി കുറേ പേരൊക്കെ പിണങ്ങിയിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ടാവും. അവരിപ്പോൾ തിരിച്ചു വരുന്ന സമയമാണ്. നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങൾക്കായാലും ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടോക്സിസിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നാർസിസിസ്റ്റ് ബിഹേവിയർ ആയിരുന്നിട്ടുണ്ടാകും. കുറച്ച് പേർക്കെങ്കിലും നാർസിസിസ്റ്റ് ബിഹേവിയർ ആയിരുന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വല്ലാതെ സ്പൈയിങ് ബിഹേവിയർ ആയിരിക്കും. നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്യുക, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ആ ഒരു കാരണത്തിൻ്റെ പേരിലായിരിക്കും നിങ്ങൾക്ക് പിണങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താ പറയുക, തിരിച്ചു ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങളുടെ മാപ്പ് അപേക്ഷിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും. കുറേ പേർക്ക് അതൊരു മാപ്പൊക്കെ ചോദിച്ച് വരുന്നുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാനും ശ്രമിക്കാം. അതൊക്കെ അവരുടെ ഒരു ടോക്സിക് നേച്ചറാണ്. അപ്പം അങ്ങനെ ടോക്സിക് നേച്ചറുള്ള ആൾക്കാരുടെ പാർട്ട്നേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ടോക്സിക് നേച്ചർ ഒരിക്കലും നോർമൽ കാര്യമല്ല. നമ്മളൊരിക്കലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഒരിക്കലും നമ്മൾ ടോക്സിക് നേച്ചറുള്ള ആൾക്കാരുടെ കൂടെ എല്ലാം മറന്ന് അങ്ങനെ ക്ഷമിച്ചാൽ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും കൂടെ തിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ടോക്സിക് നേച്ചറാണെങ്കിൽ. കാരണം ഇവിടെ നമുക്ക് 2 ലവ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് പേരുടെ ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നത് നാർസിസിസ്റ്റ് ബിഹേവിയറുള്ള ആൾക്കാരാണ്. അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങൾ കാരണം അങ്ങനെ സംഭവിച്ചു, നിങ്ങൾ കാരണം അങ്ങനെ ചെയ്തു, എല്ലാ കുറ്റവും നിങ്ങൾക്കായിരിക്കും. അതേസമയം കുറച്ച് പേർക്ക് അപ്പോളജി ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ നോക്കുമ്പോൾ കുറച്ച് പേരെ ഒറ്റപ്പെടുത്തി നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ വ്യക്തിയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവർ ആ വ്യക്തികളോടൊക്കെ സംസാരിക്കും. അതായത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത്. ടോക്സിക് നേച്ചർ ഒരിക്കലും ഒരു നോർമൽ കാര്യമല്ല. അതല്ലാതെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ബിഹേവിയർ ഉള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഈ കാർഡ്
പോസിറ്റീവ് കാർഡാണ് നിങ്ങളുടെ വ്യക്തിനെ കുറിച്ചിട്ട്. പക്ഷേ ആസ് ഐ സെഡ്, ടോക്സിക് നേച്ചർ, നാർസിസിസ്റ്റ് നേച്ചർ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് ആ വ്യക്തിനെ ശരിക്കും ഓക്കെ ആണോ എങ്കിൽ മാത്രം മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.